അങ്ങേയറ്റം ഭയത്തിലാണ് ഈ പറയുന്ന സിനിമാ രംഗത്തെ ബഹുഭൂരിപക്ഷം നടികളും സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഭയമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. രാത്രിയിൽ ഈ വാതിലിൽ വന്ന് മുട്ടുകയല്ല, വാതിൽ തല്ലിപ്പൊളിക്കുകയാണ് എന്നാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ബന്ധുക്കളില്ലാതെ ഒരു ജൂനിയറായ നടിക്ക് ഒരു സെറ്റിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നതെന്ന് കൂടി ഒരു വിറ്റ്നസ് പറയുന്നുണ്ട്. അച്ഛനോ അമ്മയും കൂട്ടി വേണം ഈ റൂമിൽ താമസിക്കാൻ. എന്താണ് ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്? സിനിമ മാത്രമല്ല, അഭിനയം എന്ന് പറയുന്ന ഒരു കലാപ്രകടനമാണ്. ആ താല്പര്യമുള്ള ആളുകൾ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും, അവിടെ എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കും. ആ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവരങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നവരെ പിടിച്ച് വലിയൊരു ചുഴിയിൽ അകപ്പെടുത്തുന്ന രീതിയിലൊരു മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ മേഖലയിൽ മാത്രമല്ല, ഏത് മേഖലയിലാണെങ്കിലും, മാധ്യമരംഗത്താണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും നമ്മളൊരു മാഫിയ അനുവദിക്കത്തില്ലല്ലോ. ഒരു മാഫിയയും പ്രവർത്തിക്കേണ്ട ഒരു മേഖലയിലും, ഒരു മാഫിയയും കീഴടക്കി വെക്കേണ്ട ഒരു മേഖലയും. അതുകൊണ്ടാണ് കേരളത്തിലെ പൗരസമൂഹം ഈ പറയുന്ന റിപ്പോർട്ട് അറിയണം എന്ന് വാശി പിടിച്ചത്. ആ റിപ്പോർട്ട് അറിയണമെന്ന പൗരസമൂഹത്തിൻ്റെ വാശിയെ ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇന്ന് ഈ പറയുന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നത്, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയത്, അതിനുവേണ്ടി വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണം. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ വിവരാവകാശ കമ്മീഷൻ എടുത്തിട്ടുള്ള പോസിറ്റീവായ നിലപാട് നമ്മൾ ഈ കാര്യത്തിൽ കാണാതെ പോകരുത്. ഈ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കേണ്ടതാണെന്നും ഈ കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണെന്നും വിവരാവകാശ കമ്മീഷൻ തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പറഞ്ഞത്. എന്നാൽ അതിനകത്ത് സ്വകാര്യതകൾ ലംഘിക്കാൻ പാടില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ ഒരു ക്ലോസ് വയ്ക്കുന്നത്, ഈ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടാൻ പറയാനുള്ള അധികാരമൊന്നും വിവരാവകാശ കമ്മീഷനില്ല. കാരണം ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ, എന്നാൽ ഈ സിനിമാ മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വിവരാവകാശ കമ്മീഷൻ വളരെ പോസിറ്റീവായി ഇടപെട്ടു. ആ പോസിറ്റീവായി ഇടപെട്ടതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതിനുശേഷം അതിനെ തടസ്സപ്പെടുത്താനായിട്ട് പല ആളുകൾ ശ്രമിച്ചു. ആ ആളുകളൊക്കെ നമുക്കറിയുന്നത് പോലെ തന്നെ കാലാളുകളാണ്. ചില ആളുകളുടെ കയ്യിലെ ഫോണുകളാണ്. അവരെ അവരെ രംഗത്തിറക്കി കളിക്കുന്ന ചില മാഫിയകൾ പുറത്തു പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ അവരൊക്കെ നാണം കെട്ടു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അവിടെ കോടതിയാണ് രണ്ടാം ഘട്ടത്തിൽ എടുക്കുന്നത്. കോടതി എടുക്കുന്ന രണ്ടാം ഘട്ടത്തിലെ നിലപാട് അതിശക്തമായിരുന്നു. ഇന്ന് പോലും സ്മൃതി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിപ്പോർട്ട് ഇന്നും പുറത്തുവിടാൻ കഴിയുമെന്ന് നമ്മളാരും വിശ്വസിച്ചിട്ടില്ലല്ലോ എന്നേ. റോഷി ബാൽ അടക്കമുള്ള റിപ്പോർട്ടർമാർ അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടോ ഈ റിപ്പോർട്ട് കിട്ടുമെന്ന്? കാരണം കോടതിയുടെ മുമ്പിൽ ഒരു കേസ് നിൽക്കുകയാണ്. ആ കേസ് പരിഗണിച്ചിട്ട് കോടതിയുടെ പറയുന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാവി. അവസാന നിമിഷം വരെ കോടതി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി കാത്തിരുന്ന സർക്കാരാണിത്. ഈ സർക്കാർ ഈ കാര്യത്തിൽ കൾപ്രിറ്റാണ് കേട്ടോ. ഈ സർക്കാർ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സംശയമുണ്ട്. എന്തിനാണ് 4.5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്? ആരെ സംരക്ഷിക്കാനാണ്? ആരുടെ താല്പര്യപ്രകാരമാണ്? ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ 4.5 വർഷം ജനകീയ പ്രതിബദ്ധതയുള്ള സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്നതിനുള്ള മറുപടി സർക്കാർ പറയേണ്ടി വരും. അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, അവിടെ ഇരിക്കട്ടെ. എന്തായാലും ആ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു നീക്കമുണ്ടായില്ലെങ്കിലും ഇൻഫർമേഷൻ കമ്മീഷനും കേരളത്തിലെ കോടതിയും അതിശക്തമായ നിലപാടെടുത്തു. അവരെ ആ നിലപാടിൽ എത്തിക്കുവാൻ വേണ്ടി ജനകീയ പ്രതിബദ്ധതയോടുകൂടി മാധ്യമങ്ങൾ നിലപാടെടുത്തു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് മലയാളികൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ആദ്യത്തെ പാരഗ്രാഫിലെല്ലാം ഉണ്ട്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്ന ഈ സിനിമയുടെ ആകാശമുണ്ടല്ലോ, അത് അങ്ങേയറ്റം മിസ്റ്ററീസ് നിറഞ്ഞിരിക്കുന്നതാണ്, അങ്ങേയറ്റം ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്നതാണ്. അവിടെ തിളങ്ങുന്ന താരങ്ങളൊന്നും നല്ല തിളക്കമുള്ളവരല്ല. അവിടെ തിളങ്ങുന്ന ശോഭിക്കുന്ന ചന്ദ്രൻ അത്ര ശോഭ പോരാ. നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളൂ, പഞ്ചസാരയാണെന്ന് ധരിച്ച് നിങ്ങൾ സമീപിക്കുന്നത് ഉപ്പിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് ആരംഭിക്കുന്നത്. ആ ഒറ്റ പാരഗ്രാഫിലുണ്ടല്ലോ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങൾ മുഴുവനും, അപകടങ്ങൾ മുഴുവനും. ആ അർത്ഥത്തിൽ മലയാളികൾ കാണേണ്ട, വായിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴെങ്കിലും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളുടെ വിജയമാണ്, കേരളത്തിലെ ഏതാനും മാധ്യമങ്ങളുടെ വിജയമാണ്, അത് കേരളത്തിലെ കോടതിയുടെ വിജയമാണ്, അത് കേരളത്തിലെ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ വിജയമാണ്. ആ അർത്ഥത്തിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ഹേമ കമ്മിറ്റിയെ കുറിച്ചുകൂടി പറയേണ്ടതുണ്ട്. വളരെ സത്യസന്ധമായി
ഹേമ കമ്മിറ്റി ഈ പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. അതായത് ഈ വന്ന് അവരെ കണ്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മൊഴികൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് അവർ ചില നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നിഗമനങ്ങളെല്ലാം വളരെ നിർണായകമാണ്. അതുകൊണ്ടാണ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ 233 പേജിലെ ഓരോ വരികളും പ്രധാനമാണ്, ഓരോ വരിയും വാർത്തയാണ്, ഓരോ വരിയും ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മളെല്ലാവരും തിയേറ്ററുകളിൽ പോകുന്നവരാണ്. നമ്മൾ ഈ പണം കൊടുത്ത് ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമയിൽ കുറച്ച് ആളുകൾ ചേർന്നൊരു മാഫിയ സംഘം രൂപപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഈ സമൂഹത്തിന് ദോഷകരമായൊരു കാര്യമാണ്. ആ മാഫിയയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന നമ്മൾ ഭാഗികമായെങ്കിലും ഈ പറയുന്ന മാഫിയ സംഘത്തെ പിന്തുണയ്ക്കുകയാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. ആ സമൂഹം ഇങ്ങനെ വെറുതെ കൈയും കെട്ടി നോക്കിക്കൊണ്ടൊരു സമൂഹമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ റിപ്പോർട്ട് വളരെ പ്രധാനമാണ്.